ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. മെസ്സിയും റൊണാൾഡോയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ആരായിരുന്നു? മെസ്സി കഴിഞ്ഞ കളിയിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് എത്ര ഗോൾ അടിച്ചു? 2. മെസ്സി എത്രാമത്തെ ബോളിലായിരുന്നു ഫസ്റ്റ് ഗോൾ അടിച്ചത്? നെയ്മർ, ബ്രൂസിലി, സൽമാൻ ഹുസൈൻ, ഹംസ. പേരെന്തായിരുന്നു? ഷാരോൺ. രേഷ്മ. വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. റെഡിയാണോ? റെഡിയാണ്. കളി കാണാറുണ്ട്? കാണാറുണ്ട്. കുറവാ? ആളോട് ചോദിക്കാം അല്ലേ? കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു ടീമിൽ 12 പ്ലെയേഴ്സ് ആയിരുന്നു ഇറങ്ങിയിരുന്നത്. ഇപ്രാവശ്യം അത് 15 ആക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടീമിൽ 15. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. ഗ്രൗണ്ടിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. പ്ലെയേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിൻ്റെ കൂടെ പ്ലെയേഴ്സിന് അത്രയും കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗോൾ പോസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ബോളിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കളിക്കാനുള്ള അവസരം കാര്യം ഈ നമ്മുടെ പ്രീ മാച്ചിലൊക്കെ നമുക്ക് 15 ആക്കി കൊടുക്കാൻ പറ്റും. കളിക്കാനുള്ള അവസരം അതിനാണോ? ആയിരിക്കും. പോസ്റ്റിൻ്റെ വലിപ്പം കൂട്ടിയോണ്ട് എനിക്കറിയില്ല. ഞാൻ കണ്ട കളിയൊക്കെ 11 വരെ ഇറങ്ങിയിട്ടുള്ളൂ. പേരെന്താ? അനന്തു. വാസത്ത്. നന്ദന. കൃഷ്ണ. മെസ്സി പോർച്ചുഗലിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ കഴിഞ്ഞ കളിയിൽ എത്ര ഗോൾ അടിച്ചു? മെസ്സി പോർച്ചുഗലിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കളിയിൽ എത്ര ഗോൾ അടിച്ചു? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ഓപ്ഷൻ 3 ഓപ്ഷൻ 4 6. ആർക്കും അറിയത്തില്ല. എന്നാലും ഏകദേശം ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മെസ്സി കഴിഞ്ഞ കളിയിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് എത്ര ഗോൾ അടിച്ചു? 2. നമ്മളുടെ ക്ലബ് ഏതാണെന്നറിയോ? നമ്മളുടെ കേരളത്തിന്റെ ബ്ലാസ്റ്റേഴ്സിനെ അറിയില്ല? ഇവിടെ കളിയൊക്കെ നടന്നല്ലോ. ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് പ്ലെയർ ആണ് കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയിട്ടുണ്ടാകുന്നത്? കഴിഞ്ഞ ബ്രസീലിനായിട്ടുള്ള കളി. ബ്രസീലിനായിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓപ്ഷൻ തരാം. നെയ്മർ, ബ്രൂസിലി, സൽമാൻ ഹുസൈൻ, ഹംസ. ഏതാ? ഓപ്ഷൻ 3 സൽമാൻ ഹുസൈൻ. ഉറപ്പല്ലേ? ഹലോ, എന്താ പേര്? റോഹൻ. ഓക്കെ, ഞാൻ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. മെസ്സിയുടെ കളി കണ്ടിരുന്നോ? തുടങ്ങിയില്ലല്ലേ? ഓക്കെ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സി എത്രാമത്തെ ബോളിലായിരുന്നു ഫസ്റ്റ് ഗോൾ അടിച്ചത്? എത്രാമത്തെ ബോളിലായിരുന്നു? അതറിഞ്ഞൂടാ. ഞാൻ മെസ്സി ഫാനല്ല. അപ്പൊ ഹൈലൈറ്റ്സ് ഒക്കെ കാണാറുള്ളൂ. ആരെ കളി കാണാറ്? പോർച്ചുഗൽ, റൊണാൾഡോ. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ എത്രാമത്തെ ബോളിലായിരുന്നു ഫസ്റ്റ് ഗോൾ അടിച്ചത്? എത്രാമത്തെ ബോൾ മനസ്സിലായില്ലേ? ഓരോ ഇതിലും ബോൾ മാറ്റാറുണ്ടല്ലോ, അറിയില്ലേ? അപ്പൊ എത്രാമത്തെ ബോളിലായിരുന്നു ഗോൾ അടിച്ചത്? 8. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. 7. ഒന്നുകൂടി ഗസ് ചെയ്യ്. 6. എങ്ങനെ എല്ലാ കളിയും കാണാറുണ്ടോ? മിക്കത് ഈ പ്രാവശ്യത്തെല്ലാം കണ്ടു. നെയ്മറിനെ ഫാനാണോ? കാണും. നെയ്മർ കാലുടിന് വേണ്ടി മുന്നേ ആ കളിയിൽ എത്ര ഗോൾ അടിച്ചിരുന്നു? അയ്യോ, അത് ഓർക്കുന്നില്ല. കാലുടിനെ ഓർമ്മണ്ട? കഴിഞ്ഞ കളിയിൽ റൊണാൾഡോ മുടിമ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബ്ലേഡ് വെച്ചിട്ട്? അതെന്തുകൊണ്ടായിരുന്നു? അറിഞ്ഞൂടെ. മുടിയിലെന്തെങ്കിലും പ്രശ്നം കാണും. അത് കളിക്കാൻ. അത് ഓടുന്ന സമയത്ത് കാറ്റ് കറക്റ്റ് പോവാൻ, കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ഓടുമ്പോൾ ഇപ്പോൾ കാറിലൊക്കെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതുപോലെ മുടി ഓടുന്ന സമയത്ത് കാറ്റിങ്ങനെ തട്ടിയിട്ട് കറക്റ്റ് അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ ലൈൻ ഇട്ടുണ്ടായിരുന്നത്. ഫേവറേറ്റ് പ്ലെയർ റൊണാൾഡോ അല്ലേ? ഒരു സൂയി വിട്ടാലോ? വേണ്ട. വാ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടിയോ? വേണ്ട. ഞാൻ ബാഗ് പിടിക്കുക. ബാഗ് ഞാൻ പിടിക്കാം. ഒരു സൂയി വിട്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ പേര്? മെസ്സി ഫാനാണോ, റൊണാൾഡോ ഫാനാണോ, നെയ്മർ ഫാനാണോ, ആരുടെ ഫാനാണോ? മെസ്സി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടേണ്ടതാണ്. മെസ്സിയും റൊണാൾഡോയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ആരായിരുന്നു?
മെസ്സി. മെസ്സിയാണോ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്? മെസ്സിയാണോ റൊണാൾഡോ ആണോ? മെസ്സി. ആ വിക്കറ്റ് എടുത്തത് ആരാണ്? നെയ്മർ ആണോ അതോ പെലെയാണോ? പെലെ ആരാണ്? അറിയില്ല. അറിയില്ല. എംബാപ്പേനെ അറിയില്ലേ? അതറിയാം. അപ്പോൾ ഓക്കെ, നെയ്മറാണോ പെലെയാണോ എംബാപ്പെ ആണോ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തുള്ളത്? എംബാപ്പെ പോലെ. എന്താ ബാപ്പ എന്നുള്ളത് കൊണ്ട് കുറച്ച് അതുകൊണ്ടാണോ? വലിയ ആളാണ് അതുകൊണ്ടാണോ പറഞ്ഞത്? എന്താ ചൂസ് ചെയ്യാൻ കാരണം? എനിക്കറിയാം. എംബാപ്പനെ അറിയാലേ? റൊണാൾഡോ ഫാൻ ഇതിലാരാ? മെസ്സിയാണ്. രണ്ടുപേരും മെസ്സിയാണല്ലേ? റൊണാൾഡോ ഫാനാണെങ്കിൽ ഒരു സുഖി പിടിക്കും. വേണ്ട. ഓക്കെ, ഇനിവേ ഒരു ഹായ് കൊടുത്തോ. പേരെന്താ? വിഷ്ണു. അശ്വതി. അതില്ല. ഓക്കെ, ഒന്ന് നിൽക്കും, ഒരുമിച്ച് നിൽക്കും. ഓക്കെ, പെലെയുടെ എത്രാമത്തെ മകനാണ് മെസ്സി? പെലെയുടെ മകനല്ല. അല്ലേ? അറിഞ്ഞൂടാ. അല്ല, മെസ്സി ആരുടെ മകനാണ്? മെസ്സി ആരാണ് അറിയത്തില്ല. റൊണാൾഡോയുടെ മകന്റെ പേരെന്താ? അതും അറിയത്തില്ല. ജൂനിയർ റൊണാൾഡോ. റൊണാൾഡോക്ക് എത്ര മക്കളുണ്ട്? 1. ഫുട്ബോളിൽ എത്ര ബോൾ ഉപയോഗിക്കും? 1. കളിക്കാൻ വന്നല്ലേ ഉപയോഗിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം പോകുന്നതായിരിക്കില്ല. നെയ്മറിന്റെ കാലിന് ഫ്രാക്ചർ പറ്റാനുള്ള റീസൺ ആരാണ്? അതറിയത്തില്ല. ഫൗള് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വെക്കുന്ന കളർ ഏതാ? ഫോളേക്കിനെ ഫസ്റ്റ് വെക്കുന്നത് എന്തുവാ? പിങ്ക്. പിങ്ക് അല്ല, മഞ്ഞ. മഞ്ഞ. അപ്പോൾ പെലെയുടെ എത്രാമത്തെ മകനാണ് മെസ്സി? അല്ല. മെസ്സിയുടെ മകനാരാ? അറിയില്ല. പേരറിയില്ല. പിന്നെ ഫിഫ വേൾഡ് കപ്പ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാ? അറിയില്ല. ബോളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതായിരുന്നു? വേറല്ലേ? നൈട്രജൻ. നൈട്രജൻ കറക്റ്റ് ആൻസർ. പേരെന്താ? സിയോദ് ഐമൻ. സിയോദ് ഐമൻ. റഫാൻ. ധ്രുവ്. നിങ്ങളൊക്കെ ഏത് ടീമാണ് സപ്പോർട്ട് ചെയ്യണേ? പോർച്ചുഗൽ. മെസ്സി. അർജന്റീന. ആളോ അവരോ? മെസ്സി. ഒരു സൂയിട്ടെ. ഓക്കെ, അപ്പോൾ മെസ്സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി ഏതാണെന്ന് അറിയോ? മെസ്സിക്ക് ഇഷ്ടപ്പെട്ട മന്തിയാ ബീഫ് മന്തി. ഏതാ? മീൻ മന്തിയാ? ബീഫാ? ജ്യൂസി ചിക്കൻ മന്തി. മെസ്സിക്ക് ഇഷ്ടപ്പെട്ട മന്തി ഏതാ? ഏതാ? മെസ്സിയൊക്കെ എല്ലാരും ധരിച്ചു ഗോട്ട് മന്തി. ഗോട്ട് മന്തി. തെറ്റിയില്ലേ? എന്താ പറയാള്? എനിക്ക് അറിയില്ല ആൻസർ. അറിയണ്ടായിരുന്നോ ആൻസർ? അറിയണ്ടായിരുന്നില്ല അല്ലേ? ആരൊക്കെ സൂയി ടീം ആരാ? ഒരാൾ മാത്രമേ ഉള്ളൂ? ഇബ്രാഹിം എന്നാണോ പേര്? എൻ്റെ പേര് ഇബ്രാഹിം ഉണ്ട്. ഫായിസ് ഇബ്രാഹിം. രണ്ടുപേരും ഒന്ന് സൂയി വിടുമോ ഒരുമിച്ച്? ഏറ്റവും നല്ല സൂയി ആരുടെ നോക്കട്ടെ. അടിപൊളി. ഇവനും സൂയിൻ്റെ ആളാ? ഞാൻ വെറുതെ ഒരു കോമഡി ക്വസ്റ്റ്യൻ ചോദിച്ചതാ. മെസ്സി അർജന്റീനയുടെ കളിക്കാരനല്ലേ? ആരാ പറഞ്ഞെന്ന്? അതും പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചാടാ. ശരിക്കും അങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. മുടീൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ പറ്റിക്കാനാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഞാൻ വെറുതെ ഒരു ഫൺ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കേട്ടോ. ആക്ച്വലി ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കേട്ടോ മനസ്സിലായില്ലേ? ആരുടെ ഫാനാ? ഞാൻ ബ്രസീൽ ഫാൻ. പോർച്ചുഗൽ. ബ്രസീലിലെ 2 പ്ലേയേഴ്സ്. നെയ്മർ. പിന്നെ വേറെ